പിന്നെ ഹരീഷ് രശ്വൻ, ജഗദീഷ് ഇവരെല്ലാം പെർഫോമൻസ് കൊണ്ട് തകർത്ത ഒരു സിനിമയാണ് ഈ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ. ഞാൻ പറഞ്ഞില്ലേ, ദാവൂദ് ഇബ്രാഹിമിൻ്റെ കഥയാണ് ഞാൻ വിചാരിച്ചത് ആഭ്യന്തര കുറ്റവാളി. പക്ഷെ അങ്ങനെ സിനിമയേ അല്ല. അടിപൊളി നമ്മുടെ നാട്ടിൽ നടക്കുന്ന കഥ. സ്ത്രീകൾ വന്നിരുന്ന് കാണുക, പുരുഷന്മാരുടെ ഉള്ളിൽ അവരൊതുക്കിയിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അതിനെ മനസ്സിലാക്കി ആ ദാമ്പത്യ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോവുക, സ്ത്രീ ആണുങ്ങളുടെ കൂടെ നിന്ന് അവരെ പൊരുത്തപ്പെട്ട ആ ജീവിതം മുന്നോട്ട് പോവുക, അങ്ങനെ പറയുന്ന ഒരു വളരെ നല്ലതായിട്ട് പോകുന്ന കണ്ടിരിക്കാൻ പറ്റിയ അടിപൊളി ഒരു രക്ഷ. ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. നല്ലൊരു മെസ്സേജുള്ള പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓൾറെഡി കണ്ടതാണ് പടം, എന്നാലും വളരെ ഇഷ്ടപ്പെട്ടു. ഫീൽ ഗുഡ് മൂവിയാണ് വിത്ത് എ മെസ്സേജ്. ഒരു സോഷ്യൽ മെസ്സേജുള്ള സിനിമയാണ്. സംസാരിക്കേണ്ട വിഷയമാണ്. ആസിഫിൻ്റെ ഒരു കംഫോർട്ട് ഏരിയയാണ്. ആസിഫ് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നത്. ആസിഫ് മാത്രമല്ല, ഡയറക്ടർ പുതിയ ആളാണ്, നന്നായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ടു. ആസിഫിന്റെ പെർഫോമൻസ് ഒക്കെ ആസിഫിൻ്റെ കംഫോർട്ട് ഏരിയയിലുള്ള സിനിമയാണത്. ആസിഫ് എനിക്കറിയില്ല, കണ്ടു നോക്കിയിട്ട് പറയും. പ്രേക്ഷകരോട് കണ്ടപ്പോൾ പല സ്ഥലങ്ങളിൽ ആളുകൾ കൈയടിക്കുന്ന കണ്ടപ്പോൾ ഇതൊക്കെ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നി. സ്ത്രീകളങ്ങനെ വിചാരിച്ചു. ഇതാണ് സംവിധായകൻ. നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിട്ട് ആ ഒരു അഭിപ്രായം സംസാരിക്കാൻ പറ്റില്ല. എല്ലാവരും എന്താ പറയുക, നമ്മുടെ ചുറ്റുപാടുള്ള ആളുകളിൽ നിന്ന് തന്നെയാണ്. അതായിരിക്കാം ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് മെസ്സേജ് കാരണം ഞങ്ങൾക്ക് സിനിമ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കറിയാം കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും നല്ല രീതിയിൽ നമ്മൾ പറഞ്ഞ വാക്ക് സത്യമാണ്. നമ്മളത് ചെയ്യും. സന്തോഷം. എല്ലാവരും കാണുക, എല്ലാവരിലേക്കും അറിയിക്കുക. സബ്ജക്റ്റിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞ പോലെ തന്നെ അഡ്രസ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. കുറേ ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട്. അവരുടെ പ്രശ്നങ്ങളൊന്നും അഡ്രസ് ചെയ്യുന്നതാണ്. രണ്ട് പക്ഷം പറയുമല്ല, ഉറപ്പായിട്ടും ഒരു പക്ഷം നമ്മൾ കണ്ടില്ല എന്നുണ്ട്. ഓക്കെ, ബാക്കി നിങ്ങൾ പറയും. അതെ, എങ്ങനെയുണ്ട്? ഇങ്ങനെ സബ്ജക്റ്റ് ആദ്യം കേട്ടപ്പോൾ എന്താണ് ആദ്യം മൈൻഡ് വന്നത്? ഞാനിത് ഓഡീഷൻ ത്രൂ ആണ് കയറിയത്. അപ്പോൾ സബ്ജക്റ്റ് അറിയില്ലായിരുന്നു. പിന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സെലക്ട് ഇങ്ങനെയൊരു സിനിമ വരണമല്ലോ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു വർക്ക് ചെയ്യാനും. ആസിഫിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? സെറ്റിലൊക്കെ അടിപൊളിയായിരുന്നു. അടിപൊളിയല്ലേ, നിങ്ങൾക്ക് അറിയുന്നതല്ലേ. വളരെ കംഫർട്ടബിൾ ആയിരുന്നു. ഭയങ്കരമായിട്ട് നമുക്ക് സ്പേസ് വരും പെർഫോം ചെയ്യാൻ. ഡെബ്യൂട്ടൻ്റ് ആണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് മാക്സിമം സപ്പോർട്ടായി, മാക്സിമം സ്പേസ് ആണ് നമ്മളുടെ മാക്സിമം പെർഫോമൻസ് കൊണ്ടുവരാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. ഈ ഇപ്പോൾ സ്ക്രീനിൽ കണ്ടപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? സത്യം പറയാം, ഇങ്ങനെ സബ്ജക്റ്റ് സ്ക്രീനിൽ കാണുമ്പോൾ സന്തോഷം. എല്ലാത്തരം സബ്ജക്ട്സും വരട്ടെ. കുറച്ചും കൂടെ ആൾക്കാരെ ഇത്